ഹരി ഓം. ദശകം 11 ശ്ലോകം 2. മനോജ്ഞനൈ ശ്രേയസകാനനാദ്യൈരനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാഃ. മനോജ്ഞ നൈശ്രേയസ കാനന ആദ്യൈഃ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈഃ അനേക വാപീ മണി മന്ദിരൈഃ ച. മണിമന്ദിരൈശ്ച, മന്ദിരൈഃ പ്ലസ് ച, മന്ദിരൈശ്ച. അപ്പം ആദ്യത്തെ വരിയും രണ്ടാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ വിസർഗം മാറ്റി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വിസർഗം ഉണ്ട്, വിസർഗം മാറ്റി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഒരു ഒഴുക്ക് വരുന്നത്. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപി. അപ്പോൾ ആ മാറിയിട്ട് രാ വരും അവിടെ. അപ്പം മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപി മണിമന്ദിരൈശ്ച എന്ന് വരും. അനോപമം തം ഭവതഃ, ഭവതോ എന്നുള്ളത് ഭവതഃ നികേതം. അനോപമം തം ഭവതോ നികേതം മുനീശ്വരാഃ പ്രാപുഃ അതീത കക്ഷ്യാഃ. പ്രാപുരതീതകക്ഷ്യാഃ. പ്രാപുഃ പ്ലസ് അതീത, പ്രാപുരതീത കക്ഷ്യാഃ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാഃ. ദശകം 11 ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. മുനീശ്വരാഃ അതീതകക്ഷ്യാഃ. മുനീശ്വരാഹ, ആ മഹർഷിമാർ, ആ സനകാദി മുനിശ്രേഷ്ഠന്മാർ, അതീതകക്ഷ്യാഹ, ആ അത്യുന്നതങ്ങളായ ആ മതിൽക്കെട്ടുകൾ കടന്നു. അതീതകക്ഷ്യാഹ, കക്ഷ്യാഹ എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടുകൾ, ആ മതിൽക്കെട്ടുകളും കടന്ന് മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈഃ. ആ മനോജ്ഞ നൈശ്രേയസ, ആ മനോഹരമായ ആ നൈശ്രേയസമെന്ന ഉദ്യാനം ആദ്യൈഃ മുതലായവ കൊണ്ടും, പിന്നെ അനേകവാപീ മണിമന്ദിരൈഃ ച, പിന്നെ അനേകം തടാകങ്ങൾ കൊണ്ടും മണിമാളികകൾ കൊണ്ടും അനോപമം ഭവതഃ തം നികേതം പ്രാപുഃ. അതുല്യമായ എന്ന് വെച്ചാൽ അനോപമം, വേറൊന്നിനെ കൊണ്ടും ഉപമിക്കാൻ സാധ്യമല്ലാത്തത്രയുമായിട്ടുള്ള അവിടുത്തെ ആ വാസഗൃഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. നികേതം പ്രാപുഃ. ആ നൈശ്രേയസ എന്ന് പറഞ്ഞാൽ ആ നിശ്രേയസ്, മോക്ഷം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു പദത്തിൽ നിന്നാണ് ഈ നൈശ്രേയസം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സനകാദി മുനികൾ ഈ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഈ 6 മതിൽക്കെട്ടുകളും കടന്ന് അവിടെ ഈ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ടും അവർക്കിതൊന്നും നോക്കി നിൽക്കാനായിട്ട് തോന്നിയില്ല. തടാകങ്ങളോ ഉദ്യാനങ്ങളോ മണിമാളികകളോ ഒന്നും അവർ കണ്ടില്ല. അവർ നേരെ ആ മതിൽക്കെട്ടുകളെല്ലാം കടന്ന് 7ാമത് ഇരിക്കുന്ന, 6 മതിൽക്കെട്ടുകൾ കഴിഞ്ഞ് 7ാമത്തെ മതിൽക്കെട്ടിനകത്തിരിക്കുന്ന ആ ഭഗവാനെ കാണണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി അവരത് മാത്രം ലക്ഷ്യമാക്കി പോവുകയായിരുന്നു അവിടേക്ക്. അപ്പം അവരുടെ ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം നമ്മുടെയും ലക്ഷ്യം. നമ്മൾ ഇതൊന്നും, ഈ ലോകത്തിൽ കാണുന്ന ഒന്നും നമ്മളെ എന്താ പറയണ്ടേ, ആകർഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. പല ആചാര്യന്മാരും ഈ ഭട്ടതിരിപ്പാടും ഇതുവഴി പറഞ്ഞു തരുന്നത് അതാണ്. മനുഷ്യർ മാത്രമാണ് വാസ്തവത്തിൽ, എന്നുവെച്ചാൽ ഈ 84 ലക്ഷം വിവിധ തരം ജീവജാലങ്ങൾ ഉള്ളതിൽ ആ മനുഷ്യന് മാത്രമാണ് ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്നത്. അവർ മാത്രമാണ് ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ മനുഷ്യന് മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയാനായിട്ട് സാധിക്കൂ.
നമ്മുടെയൊക്കെ ഹൃദയത്തിലാണല്ലോ ഭഗവാൻ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദി അയം ഇതി ഹൃദയം. അപ്പോൾ ഹൃദയം, അതുകൊണ്ടാണ് ഹൃദി അയം, ഹൃദയം എന്ന പേര് കിട്ടിയത്. ആ ഭഗവാന്റെ വാസസ്ഥലം. അയം എന്ന് പറഞ്ഞാൽ ഇവൻ, ഹൃദി അയം, ഹൃദയം. അങ്ങനെയാണ് ഹൃദയം എന്നുള്ള പേര് തന്നെ കിട്ടുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ പറയത്തില്ലേ അവനൊരു ഹൃദയമില്ലാത്തവനാണെന്ന്. എന്ന് വെച്ചാൽ ഹൃദയമില്ലാത്തവൻ എന്ന് പറയുന്ന അർത്ഥം എന്തെന്നാണ്? ആ ഭഗവാന്റെ വാസം അവിടെ ഉള്ളവർക്കേ ആ ചിന്താഗതി ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നതിനൊരു സാധാരണ ആ ഭാഷയിൽ അങ്ങനെ ഉപയോഗിച്ച് വന്നാണ് ഹൃദയമില്ലാത്തവൻ എന്നുള്ളൊരു ഒരു പദം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വൈകുണ്ഠത്തിലുള്ള ആ ഉദ്യാനത്തിന് നൈശ്രേയസം എന്നാണ് പേര്. അവിടെ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ഉദ്യാനമാണ്. അമൃതജലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളുടെ 4 ഭാഗവും പവിഴം കൊണ്ട് ആണ് പടുത്തുയർത്തിയിട്ടുള്ളത്. പിന്നെയോ മണിമാളികകൾ ഇഷ്ടം പോലെ മണിമാളികകളുണ്ട്. അവിടെയോ ആ മാളികയിലുള്ള ഭക്തജനങ്ങൾ ഭഗവത് കഥകൾ പാടുന്നത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ട് കേൾക്കാം. എപ്പോഴും അത് തന്നെയായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഭഗവത് നാമങ്ങളും ഭഗവത് സ്തുതികളും ഒക്കെ. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും ആ ഭഗവാന്റെ ആ വൈകുണ്ഠത്തിന് തുല്യമായിട്ടുള്ളൊരു മന്ദിരം വേറെ ഇല്ല തന്നെ. അപ്പോൾ ആ 6 മതിൽക്കെട്ടും കടന്ന് 7ാം മതിലിനുള്ളിലാണ് ഭഗവാന്റെ ആ വാസഗൃഹം. അവിടത്തേക്കാണ് ഈ സനകാദികൾ എത്തിച്ചേരുന്നത്. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈരനേകവാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരാതീതകക്ഷ്യാഃ.